ജാമ്യം നിഷേധിച്ചതിനെതിരെ ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഹർജി കോടതി ഇന്ന് തന്നെ പരിഗണിക്കും. വിശദാംശങ്ങൾ അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, ഇന്ന് എപ്പോൾ പരിഗണിക്കും ഹർജി? ദിവ്യ, ഈ കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇന്ന് തന്നെ അത് പ്രത്യേകമായി, പ്രത്യേകിച്ച് നാളെ ശനി, മറ്റന്നാൾ ഞായർ ഹൈക്കോടതി അവധിയാണ്, സിറ്റിംഗ് ഉണ്ടാകില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ അടിയന്തരമായി തന്നെ ഇത് പരിഗണിക്കാനുള്ള സാധ്യത ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിൽ അപ്പീൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അത് 2 മണിയോടുകൂടി, അതായത് ലഞ്ച് ബ്രേക്കിന് ശേഷം ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷെ പ്രത്യേക മെൻഷനിങ് വഴിയോ അല്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മെൻഷനിങ്ങിന്റെ ആവശ്യമില്ല. പക്ഷെ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അത് പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഹർജി ഫയൽ ചെയ്തു എന്നുള്ള കാര്യം അഭിഭാഷകർ പറയുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണോ ഹർജി നൽകിയിരിക്കുന്നത്? തീർച്ചയായും. എന്തായാലും കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്ന ഇന്ന് വളരെ രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട കൂടിയാലോചനകളായിരുന്നു മുതിർന്ന അഭിഭാഷകരെല്ലാം ഉണ്ടായിരുന്നത്. അഭിഭാഷകരുടെ പ്രത്യേകിച്ച് രാമപിള്ളയുടെ ഓഫീസിലും അതോടൊപ്പം തന്നെ ജിയോപോളും ഉൾപ്പെടെയുള്ള ആളുകൾ അവർ സ്വാഭാവികമായും വളരെ തിരക്കിട്ട നീക്കങ്ങൾ രാവിലെ മുതൽ തന്നെ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു. അതിനുശേഷം ഇപ്പോൾ അത് ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകമായിട്ട് എടുക്കും. പ്രധാനമായും ഇതിൽ ഉന്നയിക്കാൻ പോകുന്ന വിഷയം ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങളല്ല, മറിച്ച് ഈ വിഷയത്തിൽ, പ്രസ്തുത വിഷയത്തിൽ ഇത് മജിസ്ട്രേറ്റ് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന സമാനമായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് 2-3 കാര്യങ്ങളാണ്. ഇതൊരു സെക്ഷലി കളർഡ് റിമാർക്കാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചില ആളുകൾ കൂടിയാലോചിച്ചുണ്ടാക്കിയ ഒരു കേസാണ്. അങ്ങനെയല്ല, അത് ആ പരിപാടിയുടെ ദൃശ്യങ്ങൾ കണ്ടാൽ, അത് ഇന്നലെ കോടതിയിൽ ആവർത്തിച്ച് ഈ അഭിഭാഷകർ ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ്. ഈ ദൃശ്യങ്ങൾ കോടതി പരിശോധിക്കണം. പക്ഷേ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തത് ഇങ്ങനെ റിമാൻഡിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ, അതിൽ ആ ജാമ്യം നൽകുന്ന ഘട്ടത്തിൽ തെളിവുകളല്ല പരിശോധിക്കേണ്ടത്, പക്ഷേ ഇത് കേസിന്റെ മെറിറ്റ് ആണ് എന്നതുൾപ്പെടെ പരിഗണിച്ചാണ് ഇന്നലെ മജിസ്ട്രേറ്റ് ജാമ്യം നൽകിയത്. പക്ഷേ ഇന്ന് കോടതിയിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കാനുള്ള ഒരു സാധ്യത, ഇത് ഈ വിഷയത്തിൽ തെളിവുകൾ കൂടി പരിശോധിച്ച് വേണം, ഇത് സെക്ഷലി കളർ റിമാർക്ക് അല്ല, അതുകൊണ്ട് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്നായിരിക്കും അഭിഭാഷകർ ഉന്നയിക്കുക. ജാമ്യം നിഷേധിച്ചതിനെതിരെ ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ഇന്ന് തന്നെ ഹർജി പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. മുസ്തഫയാണ് വിവരങ്ങൾ നൽകിയത്.